സ്നേഹപ്പെട്ട എല്ലാവർക്കും പതിനത്തിലേക്ക് സ്വാഗതം. ഇനി മരണമുണ്ടാകുകയില്ല. വെളിപ്പാട് 2:5 വാക്യം. യേശു എന്ന നമ്മെ ഉയർത്തുമ്പോൾ നമ്മൾ യഥാർത്ഥമായും ജീവിക്കുമോ, അതോ നമ്മുടെ തലമുറകൾ മാത്രം ജീവിക്കുന്നതാകുകയാണോ? നമ്മൾ അനേകരും കൊണ്ടു നടക്കുന്നതും എന്ന ചോദിക്കാൻ ധൈര്യമില്ലാത്തതുമായ ആ ചോദ്യമാണത്. ദൈവം നമ്മെ യഥാർത്ഥത്തിൽ സൗഖ്യമാക്കുമോ? യഥാർത്ഥത്തിൽ മരണത്തിൽ നിന്ന് ഉയർത്തുമോ? എല്ലാ വാഗ്ദത്തവും നടപ്പിലാക്കുമോ? യോഹന്നാൻ നമ്മുടെ സുനിശ്ചിതമായ ഭാവിയെ പുതിയ ആകാശവും പുതിയ ഭൂമി വെളിപ്പാട് പുസ്തകം 21-1 വാക്യത്തിൽ പറയുന്നു എന്നാണ് വിവരിക്കുന്നത്. ആ വിശുദ്ധ നഗരത്തിൽ ദൈവം തൻ്റെ അവരോടുകൂടെ ഇരിക്കും. വാക്യം 3. യേശു പ്രാപിച്ച വിജയം മൂലം കണ്ണുനീരില്ലാത്തൊരു ഭാവി നമുക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ തൻ്റെ ജനത്തിന് നേരെ യാതൊരു തിന്മയുണ്ടാകില്ല. ഈ നല്ല ഭാവിയിൽ ഇനി മരണമുണ്ടാകില്ല. ദുഃഖവും മറുപടിയും കഷ്ടத்தைയും ഇനി ഉണ്ടാകില്ല. ഒന്നാമത്തെ കഴിഞ്ഞുപോയി. വാക്യം 4. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ള ഭാവിയിൽ നമ്മൾ യഥാർത്ഥമായി ജീവിക്കും. ഇപ്പോഴത്തെ ജീവിതം കേവലം നിഴൽ മാത്രമാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ജീവിതമായിരിക്കും അത്. ജീവിതത്തിൽ നിങ്ങൾ മരണം അനുഭവിക്കുന്നത് എവിടെയൊക്കെയാണ്? മരണം നശിക്കുകയും നാം യഥാർത്ഥമായി ജീവിക്കുകയും ചെയ്യുമെന്ന ദൈവവാഗ്ദത്തം നിങ്ങളുടെ പ്രത്യാശ എങ്ങനെ പുതുക്കാക്കുന്നു? പ്രാർത്ഥിക്കാൻ. ദൈവമേ, മരണം നീങ്ങിപ്പോകുമെന്നും എനിക്ക് ശരിയായ ജീവൻ ഉണ്ടാകുമെന്നും അവിടുന്ന് വാഗ്ദത്തം ചെയ്തതിനായി നന്ദി. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ തരുന്ന ഗോഡ് ബ്ലെസ് ഇൻ ജീസസ് നെയിം. ആമേൻ.